ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ വീഡിയോയും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കലിപ്പനും ഉണ്ടക്കണ്ണിയും ഭാഗം 35. രചന ഫൗസിയ നൗഷാദ്. ഉണ്ണിയുടെ കാലടികൾ ഒരു നിമിഷം അവിടെ തന്നെ തങ്ങി നിന്നു. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് മിന്നിമറഞ്ഞ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ജീവന് കഴിഞ്ഞില്ല. എങ്കിലും മിഴിയുടെ തോളിൽ നിന്ന് കൈയെടുക്കാതെ തന്നെ ജീവൻ ഉണ്ണിയെ നോക്കി. ഉണ്ണി, നാളത്തെ കാര്യങ്ങളൊക്കെ ശരിയായോ? ജീവൻ ചോദിച്ചു. ഉണ്ണി പതുക്കെ തലയാട്ടി. അവൻ മിഴിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ പതുക്കെ കൈവച്ചു. മിഴി, നേരെ ഒരുപാടായി. നീ അകത്ത് പോയി കിടക്ക്. നാളെ രാവിലെ തന്നെ നമുക്ക് ആശുപത്രിയിൽ എത്തേണ്ടതാണ്. അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. മിഴി ജീവനെയും ഉണ്ണിയെ മാറി മാറി നോക്കി. ഇരുവരുടെയും കണ്ണുകളിൽ തനിക്കായുള്ള ആകുലത മാത്രമാണ് അവൾ കണ്ടത്. ഒന്നും പറയാതെ അവൾ തലയാട്ടി തറവാടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. അവൾ അകത്തേക്ക് മറയുന്നത് വരെ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. വഴിയിൽ കാത്തു നിൽക്കുന്ന പുതിയൊരു ദിവസത്തെയും ആശുപത്രിയിലെ അച്ഛന്റെ അരികിലെത്തേണ്ട വലിയ ഉത്തരവാദിത്തത്തിലേക്കും ആ രാത്രി പതുക്കെ വഴിമാറുകയായിരുന്നു. നേരം പുലർന്നതോടെ തറവാട്ടിൽ നിന്ന് എല്ലാവരും ആശുപത്രിയിലേക്ക് തിരിക്കാൻ തയ്യാറായി. ജീവന്റെ കറുത്ത കാറിനടുത്തേക്ക് അച്ചാമ്മയും കുഞ്ഞേച്ചിയും മിഴിയെ ചേർത്ത് പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നു. കരഞ്ഞു തളർന്ന മിഴിയെ കുഞ്ഞേച്ചി കാറിന്റെ പിൻസീറ്റിൽ നടുവിലിരുത്തി. ഒരു വശത്ത് അച്ചാമ്മയും മറുവശത്ത് കുഞ്ഞേച്ചിയും അവൾക്ക് താങ്ങായിരുന്നു. മിഴിയുടെ കൈകൾ ഇരുവരും ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ജീവൻ റിയർവ്യൂ മിററിലൂടെ മിഴിയെ ഒന്നുകൂടി നോക്കി. അവന്റെ കടുങ്കാപ്പി മിഴികളിൽ വലിയൊരു ഉത്തരവാദിത്തത്തിന്റെ ഗൗരവമുണ്ടായിരുന്നു. കാറിന് പുറത്ത് തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഉണ്ണി നിൽപ്പുണ്ടായിരുന്നു. കാറിന് മുന്നിലായി വഴികാട്ടി എന്നോണം അകമ്പടി സേവിക്കാൻ അവൻ തയ്യാറായി. ജീവ, നിങ്ങൾ പതുക്കെ വന്നോളൂ, ഞാൻ മുന്നിലുണ്ടാകും. ഉണ്ണി ബുള്ളറ്റിന്റെ ആക്സിലറേറ്റർ ചെറുതായി കൊടുത്തു പറഞ്ഞു. ശരിടാ ഉണ്ണി, ശ്രദ്ധിച്ചു പോ. ജീവൻ തലയാട്ടി. കാറ് പതുക്കെ തറവാട്ടുമുറ്റം വിട്ടിറങ്ങി. ബുള്ളറ്റിന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തോടെ ഉണ്ണി മുന്നിലും അവന്റെ തൊട്ടു പിന്നാലെ ജീവന്റെ കാറും ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. യാത്രയിലുടനീളം കാറിനുള്ളിൽ കനത്ത മൗനം തങ്ങി നിന്നു. അച്ചാമ്മയും കുഞ്ഞേച്ചിയും ഇടയ്ക്കിടെ മിഴിയെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ജനച്ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന മിഴിയുടെ മനസ്സിൽ അമ്മയുടെ ഓർമ്മകൾ വേലിയേറ്റം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി തിരികെ തറവാട്ടിലേക്ക് വരുമ്പോൾ തങ്ങളെ സ്വീകരിക്കാൻ അമ്മയുണ്ടാവില്ലെന്ന കൈപ്പേറിയ സത്യം അവളുടെ നെഞ്ചിനെ പിളർത്തി. മുന്നിൽ ബുള്ളറ്റിൽ പോകുന്ന ഉണ്ണിയെയും ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ റിയർവ്യൂ മിററിലൂടെ തനിക്ക് ധൈര്യം പകർന്നു നോക്കുന്ന ജീവേട്ടനെയും മാറി മാറി നോക്കുമ്പോൾ മിഴിയുടെ വിതുമ്പുന്ന ഉള്ളിലേക്ക് അല്പം ആശ്വാസം വിരുന്നെത്തി. താൻ ഒറ്റയ്ക്കല്ലെന്നും ഏതൊരു പ്രതിസന്ധിയിലും തനിക്ക് ചുറ്റും വലിയൊരു കവചമായി നിൽക്കാൻ ഈ പ്രിയപ്പെട്ടവരും ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെ അവൾ കണ്ണുകൾ കൂട്ടിപ്പൂട്ടി. കാർ ആശുപത്രിയുടെ വലിയ ഗേറ്റ് കടന്ന് മുന്നോട്ട് കുതിച്ചു. ആശുപത്രിയുടെ വലിയ മുറ്റത്ത് ജീവന്റെ കാർ വന്നു നിന്നു. ഉണ്ണി തന്റെ ബുള്ളറ്റ് ഒരു വശത്തേക്ക് മാറ്റി ഒതുക്കി നിർത്തി വേഗത്തിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഓടിയെത്തി. കാർ ഓഫ് ചെയ്ത് ജീവൻ താഴെ ഇറങ്ങി. പുറകിലെ വാതിൽ തുറന്ന് കുഞ്ഞേച്ചിയും അച്ചാമ്മയും ചേർന്ന് മിഴിയെ പുറത്തേക്കിറക്കി. കരഞ്ഞു തളർന്ന അവളുടെ കാലുകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിഴി, ജീവൻ അവളുടെ അരികിലേക്ക് വന്ന് പതുക്കെ തോളിൽ കൈവച്ചു. അച്ഛന്റെ മുന്നിൽ പോകുമ്പോൾ നിയന്ത്രണം വിടരുത്. ആ സാന്നിധ്യം അച്ഛന് വലിയൊരു ധൈര്യമാകണം. മിഴി തികഞ്ഞ മൗനത്തോടെ തലയാട്ടി. അമ്മയുടെ മൃതദേഹം ഇന്നലെ ആശുപത്രിയിൽ വെച്ച് കണ്ടതിന്റെയും ആ വേർപാടിന്റെ കടുത്ത യാഥാർത്ഥ്യം നെഞ്ചിലേറ്റിയതിന്റെയും ഭാരത്തിലാണ് അച്ഛൻ ആ മുറിയിൽ കിടക്കുന്നത്. ആ ഓർമ്മ മിഴിയുടെ ഉള്ളിലേക്ക് വീണ്ടും കനലായി പടർന്നു. എല്ലാവരും ഒന്നായി റൂം നമ്പർ 204 നടന്നു. ജീവനാണ് ആദ്യം വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നത്. മുറിയിൽ IV ലൈനുകളും മോണിറ്ററുകളും ഘടിപ്പിച്ച കട്ടിലിൽ അച്ഛൻ കണ്ണുകൾ പകുതി അടച്ചു കിടക്കുകയായിരുന്നു. ജീവന്റെ കാലൊച്ച കേട്ട് അദ്ദേഹം പതുക്കെ കണ്ണുകൾ തുറന്നു. ആ കൺപോളകളിൽ അപ്പോഴും ഉണങ്ങാത്ത കണ്ണീർ ചാലുകൾ തെളിഞ്ഞു നിന്നിരുന്നു. അച്ഛാ. ജീവൻ അരികിലെത്തി അദ്ദേഹത്തിന്റെ പൾസ് പരിശോധിച്ചു. ജീവ, മിഴി വന്നോടാ? വിറയാർന്ന ശബ്ദത്തിൽ അച്ഛൻ ചോദിച്ചു. ജീവൻ വാതിലിന് അരികിലേക്ക് നോക്കി തലയാട്ടിയതും മിഴി പതുക്കെ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. അച്ഛനെ അവസ്ഥയിൽ കണ്ടതും അവളുടെ നിയന്ത്രണം വീണ്ടും നഷ്ടപ്പെടാൻ തുടങ്ങി. എങ്കിലും ജീവന്റെ കടുങ്കാപ്പി മിഴികളിലെ കൽപ്പന കലർന്ന കരുതലും പിന്നിൽ തണലായി നിൽക്കുന്ന ഉണ്ണിയുടെ സാന്നിധ്യവും ഓർത്തവൾ സ്വയം ശക്തി സംഭരിച്ചു. അവൾ പതുക്കെ അച്ഛന്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തിയിരുന്നു. അച്ഛന്റെ തണുത്തുറഞ്ഞ് വിറയ്ക്കുന്ന കൈകൾ സ്വന്തം കൈക്കുള്ളിലാക്കി അവൾ നെഞ്ചോട് ചേർത്തു. അച്ഛാ, ഞാൻ വന്നല്ലോ. മിഴിയുടെ ശബ്ദം ഇടറി. അച്ഛൻ ശക്തിയില്ലാത്ത വിരലുകൾ കൊണ്ട് മിഴിയുടെ തലയിൽ തലോടി. എന്റെ ലക്ഷ്മി നമ്മളെ തനിച്ചാക്കി പോയല്ലോ മോളെ. ഇനി നീ മാത്രമാണ് അച്ഛനുള്ളത്. ആ കാഴ്ച കണ്ടു നിന്ന അച്ചാമ്മയും കുഞ്ഞേച്ചിയും കണ്ണുകൾ തുടച്ചു പുറത്തേക്ക് മാറി നിന്നു. ഉണ്ണി വാതിൽക്കൽ തളർന്നു നിന്നു. ഇനി അങ്ങനെ പറയരുത്. ജീവ മുന്നോട്ട് വന്ന് അച്ഛന്റെ തോളിൽ പതുക്കെ കൈവച്ചു. മിഴിയെ തനിച്ചാക്കി അച്ഛനും തളരരുത്. അവളെ പഴയതുപോലെ ആക്കിയെടുക്കാൻ അച്ഛന്റെ ഈ സാന്നിധ്യം വേണം. അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാവൽ നിൽക്കുന്നത്. അച്ഛൻ പതുക്കെ തലയാട്ടി ജീവന്റെ കൈകളിൽ അമർത്തി പിടിച്ചു. ഒരു ഡോക്ടർ എന്നതിലുപരി തങ്ങളുടെ കുടുംബത്തിന് കവചമായി നിൽക്കുന്ന യുവാവിന്റെ കണ്ണുകളിലെ സത്യസന്ധത അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ചിട്ടയായ മരുന്നുകൾ നൽകി അച്ഛന്റെ ആരോഗ്യം സാധാരണ നിലയിലാക്കിയ ശേഷം ജീവൻ മിഴിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
കോറിഡോറിലെ തണുത്ത കാറ്റിൽ നിൽക്കുമ്പോൾ മിഴിയുടെ കണ്ണുകൾ ദൂരെ ജനലിലൂടെ പുറത്തേക്ക് നീണ്ടു. മുന്നിൽ തണലായി നിൽക്കുന്ന ജീവേട്ടനും എല്ലാത്തിനും ഒപ്പമുള്ള ഉണ്ണിയും അമ്മയില്ലാത്ത വലിയ ശൂന്യതയിലും തന്റെ ജീവിതത്തിന് കാവലായി രണ്ടുപേരും ഉണ്ടെന്ന വലിയ ബോധ്യം മിഴിയുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. ആശുപത്രിയുടെ വിജനമായ കോറിഡോറിലെ തണുത്ത കാറ്റിൽ മിഴിയും ജീവനും നിശബ്ദരായി നിന്നു. മരുന്നുകളുടെയും അണുനാശിനിയുടെയും മണം നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ മിഴിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അവൾ പതുക്കെ തലയുയർത്തി ജീവന്റെ മുഖത്തേക്ക് നോക്കി. ജീവേട്ടാ, വിതുമ്പലോടെയുള്ള അവളുടെ വിളിയിൽ ഒരു ലോകം മുഴുവൻ നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ യാചനയുണ്ടായിരുന്നു. എനിക്ക് എനിക്ക് വയ്യ ജീവേട്ടാ, ഇനി തറവാട്ടിലേക്ക് എങ്ങനെ ഞാൻ തിരിച്ചു പോവാ? വാതിൽ തുറക്കുമ്പോൾ അമ്മ അവിടെ ഉണ്ടാവില്ലെന്ന സത്യം താങ്ങാൻ എന്റെ മനസ്സിന് ശക്തിയില്ല. ജീവന്റെ മിഴികളിൽ വീണ്ടും ആകുലത നിറഞ്ഞു. മിഴി. അവന്റെ സ്വരം ആ നിശബ്ദതയിൽ ആർദ്രമായി. അമ്മ എങ്ങും പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ ഓരോ ഓർമ്മയിലും അമ്മയുണ്ട്. പിന്നെ ഈ വീട്ടിലേക്കുള്ള യാത്രയിൽ നീ തനിച്ചല്ല. നിന്റെ നിഴലായി, നിന്റെ കാവലായി ഞാൻ ഉണ്ടാകും. അച്ഛന്റെ ആരോഗ്യം പൂർണ്ണമായി ശരിയാവുന്നത് വരെ, നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോഴേക്കും മുറിയുടെ വാതിൽ തുറന്ന് ഉണ്ണി പുറത്തേക്ക് ഇറങ്ങി വന്നു. രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ട് അവൻ പതുക്കെ അവർക്ക് അരികിലേക്ക് നടന്നു ചെന്നു. ജീവ, അച്ഛൻ മരുന്നിന്റെ മയക്കത്തിലേക്ക് വീണിട്ടുണ്ട്. ഇനി കുറച്ചുനേരം അച്ചാമ്മയും കുഞ്ഞേച്ചി ഇവിടെ നിൽക്കട്ടെ. മിഴിയെ കൂട്ടിക്കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഉണ്ണിയുടെ ശബ്ദത്തിൽ തളർച്ച നിഴലിച്ചിരുന്നു. ജീവൻ തലയാട്ടി. അവൻ മിഴിയുടെ തോളിൽ കൈവച്ച് പതുക്കെ മുന്നോട്ട് നടന്നു. മൂവരും ചേർന്ന് ആശുപത്രിയുടെ വലിയ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ വിധി തനിക്ക് മുന്നിൽ തീർത്ത ശൂന്യതയിലും ജീവനും ഉണ്ണിയും തനിക്ക് ചുറ്റും തീർക്കുന്ന സംരക്ഷണ കവചം മിഴി തിരിച്ചറിയുകയായിരുന്നു. പുറത്ത് തെളിഞ്ഞു തുടങ്ങിയ ആകാശത്തിൽ നിന്ന് വെയിലിന്റെ ആദ്യ നാളങ്ങൾ അവരിലേക്ക് പതിച്ചു. തറവാട്ടുമുറ്റത്ത് കാർ വന്നു നിൽക്കുമ്പോൾ മുമ്പ് അനുഭവപ്പെട്ടിരുന്ന ജീവസുറ്റ അന്തരീക്ഷമെല്ലാം മറഞ്ഞവിടെ കനത്തൊരു ശൂന്യത തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ എപ്പോഴും ഉമ്മറത്ത് ഉണ്ടാകാറുള്ള ആ ചാരുബെഞ്ച് ഇന്ന് ശൂന്യമാണ്. കാറിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ മിഴിയുടെ കാലുകൾ തളർന്നു പോയി. ഉമ്മറപ്പടിയിലേക്ക് ഓരോ അടിയും വെച്ചു കയറുമ്പോൾ ഉള്ളിൽ നിന്ന് വലിയൊരു വിതുമ്പൽ തള്ളി വിറച്ചു വന്നു. അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന ആ പൂമുഖവും ഉമ്മറത്തെ മങ്ങിയ വെളിച്ചവും അവളെ വീണ്ടും തളർത്തുകയായിരുന്നു. ഉണ്ണി വേഗത്തിൽ മുന്നിലോട്ട് വന്ന് തറവാടിന്റെ വലിയ തടിവാതിൽ പതുക്കെ തുറന്നു. അകത്തെ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് മിഴി വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നു. മിഴി, പുറകിൽ നിന്ന് ജീവന്റെ ശാന്തമായ സ്വരം കേട്ടു. അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. അകത്തേക്ക് നടക്ക് മിഴി. ഈ വീടിന് ഇപ്പോൾ നിന്റെ ധൈര്യമാണ് ആവശ്യം. അമ്മയില്ലാത്ത ഈ തറവാട്ടിൽ ഇനി വെളിച്ചം നിറയ്ക്കേണ്ടത് നീയാണ്. ജീവന്റെ കൈകൾ അവളുടെ തോളിൽ പതുക്കെ അമർന്നു. അവന്റെ മിഴികളിൽ അപ്പോഴും ഉറച്ചൊരു താങ്ങായി നിൽക്കുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. മിഴി ഇടനാഴിയിലൂടെ പതുക്കെ ചെന്ന് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ സ്ഥിരം ഉപയോഗിക്കാറുള്ള കട്ടിലും അലമാരയും മേശപ്പുറത്തിരിക്കുന്ന തുളസിക്കതിരിന്റെ ഉണങ്ങിയ അവശിഷ്ടങ്ങളും എല്ലാം അമ്മയുടെ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. കൈകൾ കൂപ്പി ആ കട്ടിലിനരികിൽ അവൾ മുട്ടുകുത്തിയിരുന്നു. കണ്ണീർ തുള്ളികൾ തറയിലെ തണുത്ത നിലത്തേക്ക് ഇറ്റു വീണു. ഉണ്ണി മുറിയുടെ വാതിൽക്കൽ ചാരി നിന്ന് ആ കാഴ്ച കണ്ട് കണ്ണു തുടച്ചു. അവൻ പതുക്കെ പുറത്തേക്ക് നടന്ന് കിടറ്റുകരയിലേക്ക് പോയി. ജീവനും പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. മഴ മാറി നിന്ന ആകാശത്ത് വെയിൽ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴും വിറകുപുരയ്ക്ക് സമീപം കത്തിയെരിഞ്ഞു തീർന്ന ചിതയിലെ ചാരത്തിൽ നിന്നും നേർത്ത പുക ഉയരുന്നുണ്ടായിരുന്നു. ജീവ, ഇനി എങ്ങനെയാ കാര്യങ്ങൾ? ഉണ്ണി ഗൗരവത്തോടെ ചോദിച്ചു. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം വളരുകയായിരുന്നു. ശത്രുതകളും പിണക്കുകളും എല്ലാം മാറി നല്ല രണ്ട് സുഹൃത്തുക്കളായി. അവർ പോലും അറിയാതെ അവർ മാറി. അപ്പൂപ്പനോട് സംസാരിക്കാം നമുക്ക്. ജീവയും ഉണ്ണിയും കൂടി മിഴിയുടെ അച്ചാച്ചന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കിടക്കുകയായിരുന്നു. അപ്പൂപ്പ, മിഴി അവളുടെ അച്ഛനെ കണ്ടു. തിരികെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവളെ. ഇനി എങ്ങനെയാ കാര്യങ്ങള്? നിങ്ങൾ എല്ലാവരും മടങ്ങിപ്പോവോ അതോ? ജീവ ചോദിച്ചതും വല്യച്ഛന്മാരും അവിടേക്ക് വന്നു. ജീവന്റെ ചോദ്യം കേട്ട് അപ്പൂപ്പൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ആ വയോധികന്റെ മുഖത്ത് വലിയൊരു ആകുലത നിറഞ്ഞു നിന്നിരുന്നു. കിടക്കയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ ഉണ്ണി മുന്നോട്ട് ആഞ്ഞു താങ്ങിയിരുത്തി. നിങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ. അപ്പൂപ്പന് ശബ്ദം വിറച്ചു. അവൾ ഇത്രയും പിടിച്ചു നിന്നത്. നിങ്ങൾ രണ്ടുപേരും ഓടി നടന്ന് കാര്യങ്ങൾ നോക്കിയത് വലിയ ആശ്വാസം. ഞങ്ങൾ എത്ര കാലം എന്ന് വെച്ചാ മക്കളെ ഇനി ഇവിടെ നിൽക്കാ? ഇപ്പൊ ഒന്നിനും വയ്യ. ഉള്ള കാലം തറവാട്ടിൽ ജീവിച്ചു മരിക്കണമെന്ന് എനിക്ക്. പിന്നെ എന്നെ നോക്കാൻ മിഴിമോളുടെ അച്ഛമ്മയല്ലേ ഉള്ളൂ. ഇവർക്കെല്ലാം അവരുടേതായ കാര്യങ്ങളും. കുറച്ചു ദിവസം കൂടി ഞങ്ങൾ ഇവിടെ കാണും. അപ്പോഴേക്കും അവിടെ നിൽക്കുകയായിരുന്ന വല്യച്ഛന്മാരിൽ മുതിർന്നയാൾ മുന്നോട്ട് വന്നു. അതേ ജീവ. വല്യച്ഛന്റെ ശബ്ദത്തിൽ വലിയൊരു വിങ്ങൽ തങ്ങി നിന്നിരുന്നു. തറവാട്ടിലെ കാര്യങ്ങളും ബലിതർപ്പണവും ഒക്കെ മുടക്കം കൂടാതെ നടത്തണം. 16 അടിയുടെ ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരികെ പോയേ പറ്റൂ. അവരവർക്ക് ജോലി ഉള്ളതല്ലേ. മിഴിയെയും ആ കിടപ്പിലായ അച്ഛനെയും ഓർക്കുമ്പോഴാ നെഞ്ചു പിടയുന്നത്. ഇനി അങ്ങോട്ട് ഈ കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും അവളുടെ ഭാവി എന്താകും എന്ന് കരുതിയ അപ്പൂപ്പനെ ഞങ്ങളുടെ ഉറക്കം കെടുന്നത്. വല്യച്ഛന്റെ വാക്കുകൾ കേട്ട് ഉണ്ണിയും ജീവനും പരസ്പരം നോക്കി. രണ്ടുപേരുടെയും കണ്ണുകളിൽ ഒരേ ഉറപ്പും ദൃഢതയുമായിരുന്നു.
വല്യച്ഛ, അപ്പൂപ്പ. ജീവൻ മുന്നോട്ട് വെച്ച് അപ്പൂപ്പന്റെ കൈകൾ പിടിച്ചു. നിങ്ങൾ ആരും ഈ കാര്യം ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. മിഴിയുടെ അച്ഛന്റെ ആരോഗ്യം പൂർണ്ണമായും ശരിയാക്കി തറവാട്ടിൽ തിരിച്ചെത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഒരു ഡോക്ടർ എന്ന നിലയിലും അതിനപ്പുറം അവളുടെ ജീവന് കാവൽ നിൽക്കുന്ന ആളെന്ന നിലയിലും ഞാനിവിടെ കാണും. ഇനി മിഴിയുടെ പഠനത്തിന്റെ കാര്യം അത് മുടങ്ങിപ്പോവാൻ ഞങ്ങൾ രണ്ടുപേരും സമ്മതിക്കില്ല. അതെ അപ്പൂപ്പ, ഉണ്ണി ചേർത്ത് വെച്ചു. നാട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ട ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം. ആശുപത്രി കാര്യങ്ങളും മിഴിയുടെ കൂടെ നിൽക്കേണ്ടതും ജീവ നോക്കും. മിഴിക്കും അച്ഛനും ഒരു കവചമായി ഞങ്ങളിവിടെ കാണും. നിങ്ങളാരും വിഷമിക്കണ്ട. ആ ചെറുപ്പക്കാരുടെ വാക്കുകളിലെ ആത്മാർത്ഥത കേട്ട് അപ്പൂപ്പൻ കണ്ണു തുടച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നല്ലതേ വരുത്തൂ മക്കളെ. അപ്പൂപ്പൻ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി രണ്ടുപേരെയും അനുഗ്രഹിച്ചു. മുറിയുടെ വെളിയിൽ ചാരുപടിയിൽ തലചായ്ച്ചിരുന്ന മിഴിയുടെ കണ്ണുകളിലേക്ക് വീണ്ടും കണ്ണീർ തുള്ളികൾ ഇറ്റു വീണു. അപ്പോഴും കിണറ്റുകരയിലെ വലിയ മരച്ചിലകളിലൂടെ അരിച്ചെത്തിയ വെയിൽനാളം അവളുടെ മുഖത്ത് വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. അമ്മയില്ലാത്ത വലിയ ശൂന്യതയിലും തനിക്കായി ഉറച്ചു നിൽക്കുന്ന ഈ രണ്ട് രൂപങ്ങൾ ആ ഉള്ളിൽ വലിയൊരു തണലായി പ്രതീക്ഷയായി പടർന്നു പിടിക്കുകയായിരുന്നു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി.